ISROയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ പ്രതികൾ അറസ്റ്റിലായി. ISROയുടെ കീഴിലുള്ള തുമ്പയിലെ VSSയിൽ എഞ്ചിനീയർ എന്ന് പരിചയപ്പെടുത്തി യുവതിയിൽ നിന്നും 8 ലക്ഷം രൂപ ഉൾപ്പെടെ പലരിൽ നിന്നായി 2.5 കോടിയിലധികം രൂപ തട്ടിയ പ്രതികളെയാണ് വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോത്തങ്കോട് പുലന്തറ വീട്ടിൽ അജ്മലിൻ്റെ ഭാര്യ റംസി, ഓച്ചിറ മേമന അജ്മൽ മൻസിലിൽ അബ്ദുറഹ്മാൻ്റെ മകൻ അജ്മൽ, തിരുനെൽവേലി ജില്ലയിൽ സീലാത്തിക്കുളം ഗ്രാമം ഭജനമഠം തെരുവിൽ താമസിക്കുന്ന തെരുവെങ്കിടം മകൻ മുരുകേശൻ, ആറ്റിങ്ങൽ കാട്ടുംപുറം കടുവയിൽ രോഹിണി നിവാസിൽ രാജൻ്റെ മകൻ വിഷ്ണുരാജ്, ആറ്റിങ്ങൽ അവനവഞ്ചേരി വിളയിൽ വീട്ടിൽ കൃഷ്ണൻ്റെ മകൻ സുരേഷ് ബാബു എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. 2024 മാർച്ച് മാസമാണ് കേസിനാസ്പദമായ സംഭവം അരങ്ങേറിയത്. ഡിഗ്രി യോഗ്യതയുള്ള അഞ്ജലി എന്ന യുവതി തൊഴിലന്വേഷിച്ച് നടക്കവെയാണ് ഭർത്താവിൻ്റെ സുഹൃത്തായ പോത്തങ്കോട് സ്വദേശി ശ്യാം എന്നയാൾ വഴി റംസിയെ പരിചയപ്പെടുത്തുന്നത്. ISROയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് റംസി എന്നും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ജോലി തരപ്പെടുത്തി നൽകാമെന്നും 9 ലക്ഷം രൂപ നൽകണമെന്നും പറഞ്ഞ് ആദ്യ ഗഡുവായി 2 ലക്ഷം രൂപ പോത്തങ്കോട് SBI ശാഖ വഴി കൈമാറി. ബാക്കി തുക പല തവണകളായി റംസിയുടെ അക്കൗണ്ടിലേക്ക് അയപ്പിക്കുകയായിരുന്നു. ആദ്യ തവണ തുക നൽകിയ ശേഷം സീനിയർ സയൻറ്റിസ്റ്റ് എന്ന് പരിചയപ്പെടുത്തി സുരേഷ് മാത്യു എന്ന് പേര് പറഞ്ഞ് 4-ാം പ്രതിയുടെ ഫോൺ നമ്പറിൽ നിന്നും ഒരാൾ വിളിച്ച് ISROയിൽ മെഡിക്കൽ പരിശോധന നടത്തി റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതിക്കാരിയുടെ വിശ്വാസം ആർജിച്ചു. അതനുസരിച്ച് അഞ്ജലി തിരുവനന്തപുരത്തെത്തി മെഡിക്കൽ പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് വാങ്ങി. തുടർന്ന് 2025 ഫെബ്രുവരിയിൽ 1-2 പ്രതികൾ പരാതിക്കാരുടെ വീട്ടിലെത്തി VSSയിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ നൽകുകയായിരുന്നു. ഉടനെ ലെറ്റർ തുറന്നു നോക്കരുതെന്നും സീനിയർ സയൻറ്റിസ്റ്റായ സുരേഷ് മാത്യു സാർ വിളിക്കുമ്പോൾ മാത്രം തുറന്നാൽ മതിയെന്നും നിർദ്ദേശിച്ചു. മാസങ്ങൾ കഴിഞ്ഞിട്ടും സീനിയർ സയൻറ്റിസ്റ്റ് വിളിക്കാതെ വന്നപ്പോഴാണ് പരാതിക്കാരി കവർ പൊട്ടിച്ചു നോക്കിയത്. 9/4/2025 തുമ്പ VSSയിൽ ജോലിക്ക് കയറാനുള്ള നിയമന ഉത്തരവായിരുന്നു അത്. അതനുസരിച്ച് ബന്ധപ്പെട്ടപ്പോൾ കുറച്ചുനാൾ കൂടി വെയിറ്റ് ചെയ്തിട്ട് ജോലിക്ക് കയറിയാൽ മതിയെന്നും 4-ാം പ്രതിയുടെ നമ്പറിൽ നിന്ന് വിളിച്ചറിയിച്ചു. അങ്ങനെ ഇരിക്കവെയാണ് തമിഴ്നാട്ടിൽ നിന്നും ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത 2 കോടിയോളം രൂപ റംസിയും 3-ാം പ്രതിയും തമിഴ്നാട് സ്വദേശി മുരുകേശനും തട്ടിയെടുത്തതായി പത്രത്തിൽ വാർത്ത കണ്ടത്. തങ്ങളും ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ പരാതിക്കാരി നേരെ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.